ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. സോ ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നിവിടെ നമ്മൾ കാണാൻ പോകുന്നത് കഴിഞ്ഞ വർഷം ഞങ്ങൾ നടത്തിയ ഒരു ഡൽഹി ട്രിപ്പിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പം നമ്മുടെ കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. സോ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ? അന്ന് ഈവനിങ് ഞങ്ങൾ എവിടെയും പോയില്ല കേട്ടോ. ചെറിയ ഭക്ഷണമൊക്കെ കഴിച്ച് ഹോട്ടലിൽ തന്നെ കൂടി. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഹസ്രത്ത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. സോ ഇവിടെ നിന്നാണ് നമ്മുടെ ഇന്നത്തെ യാത്ര പുറപ്പെടുന്നത്. ഈ വരുന്ന ട്രെയിൻ കണ്ടോ, ഇതാണ് ഗതിമാൻ എക്സ്പ്രസ്. ഇന്ത്യയിൽ തന്നെ ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള ഒരു ട്രെയിൻ ആട്ടോ ഇത്. സോ ഇന്ന് ഈ ട്രെയിനിൽ കയറിയാണ് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നത്. നേരത്തെ തന്നെ ടിക്കറ്റ് എടുത്തതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. കാരണം ടിക്കറ്റ് കിട്ടാൻ കുറച്ച് പാടാണ്. അപ്പം നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക്. ട്രെയിൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും ട്രെയിനിലെ സർവീസുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം തന്നെ നമുക്ക് വെള്ളം കൊണ്ടു തന്നു, ഒരു മിനറൽ ബോട്ടിൽ. പിന്നെ അതിനുശേഷം ന്യൂസ് പേപ്പർ, അങ്ങനെ ഓരോന്നോരോന്നായിട്ട് പതിയെ വന്നു തുടങ്ങി കേട്ടോ. ഞങ്ങൾ നേരത്തെ ഫുഡ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ടിക്കറ്റ് ചാർജിന്റെ കൂടെ തന്നെ ഫുഡും കൂടി ഇൻക്ലൂഡഡ് ആയിരുന്നു. സോ നമുക്കതിൽ ഏത് ഫുഡ് വേണമെന്ന് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. ഞങ്ങൾ അതുകൊണ്ട് ഒരു വെജ് ഫുഡും ഒരു നോൺ വെജ് ഫുഡും ഓർഡർ ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് രണ്ടും ട്രൈ ചെയ്ത് നോക്കാലോ ഏതാണ് നന്നായിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും അവരവരുടെ ഫുഡൊക്കെ വന്നു തുടങ്ങി കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് ട്രെയിനിന്റെ അകത്ത് കേട്ടോ. നമ്മുടെ ഇപ്പോഴത്തെ വന്ദേ ഭാരതൊക്കെ പോലെ അത് നന്നായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിലാണെങ്കിലും വലിയ പ്രോബ്ലംസ് ഒന്നും കാണുന്നില്ല ഇന്റീരിയർ വർക്കിന്. അപ്പം നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ആംബിയൻസിൽ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ പോവാം കേട്ടോ. അപ്പം എനിക്ക് കിട്ടിയ ഇവിടെ ഫുഡ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇത് വെജ് ഓപ്ഷൻ ആണ്. സോ ഒരു പഴമുണ്ട്, പിന്നെ എന്താണ് ആലു പറാത്ത ഉണ്ട്, പിന്നെ ഒരു കുക്കീസ് തന്നിട്ടുണ്ട്. ഇത് കറിയാണ് ഇപ്പൊ തുറന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു വെജ് കറി ആയിരുന്നു. പിന്നെ ഒരു ചെറിയ ബോട്ടിൽ ജ്യൂസ് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഒരു ടീ പാക്കറ്റ് ഉണ്ടായിരുന്നു. നമുക്ക് ചായ അവര് ചൂടുവെള്ളം വേണമെന്ന് പറഞ്ഞാൽ കൊണ്ടുതരുമായിരുന്നു. അപ്പൊ അങ്ങനെ ചൂടുവെള്ളം, പിന്നെ ഒരു ടീ ബാഗ് ഉണ്ടായിരുന്നു, പിന്നെ പഞ്ചസാര, പിന്നെ ഒരു ബ്രെഡ്, പിന്നെ അതുപോലെ ഒരു ചെറിയൊരു ബട്ടറിന്റെ പാക്കറ്റ്. സോ അങ്ങനെ വിപുല സമൃദ്ധമായ കുഴപ്പമില്ലാത്തൊരു ഫുഡായിരുന്നു. എനിക്ക് നോൺ വെജ് ഫുഡിനെക്കാട്ടി കുറച്ചുകൂടി ഇഷ്ടമായത് വെജ് ആയിരുന്നു. ഒരു ജാമിന്റെ പാക്കറ്റ് ഒക്കെ ഉണ്ടായിരുന്നു അതിന്റെ ഇടയിൽ. ഞാൻ പറഞ്ഞല്ലോ ഒരു ബ്രെഡ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഫുഡൊക്കെ കഴിച്ചു തുടങ്ങി കേട്ടോ. അപ്പം പതിയെ ട്രെയിൻ ഇങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. AC കമ്പാർട്ട്മെന്റ് ആണ് ഇത് ഫുള്ളായിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തുള്ള ബഹളങ്ങളൊന്നും കേൾക്കാൻ പറ്റത്തില്ല. നല്ല സ്മൂത്ത് ആയിട്ട് ട്രെയിൻ യാത്ര അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഫാസ്റ്റ് മൂവിങ് ട്രെയിൻ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഒരു സ്പീഡോമീറ്റർ വെച്ചിട്ട് ഞങ്ങൾ ഇതിന്റെ സ്പീഡ് ഒന്ന് അനലൈസ് ചെയ്തതാണ് കേട്ടോ. അപ്പൊ ട്രെയിൻ ഇവിടെ നെക്സ്റ്റ് സ്റ്റേഷനിൽ എത്താൻ പോവാണ്. ഇതാണ് ആഗ്ര കാണ്ട്. സോ നമ്മളിവിടെ ആഗ്രയില് സ്റ്റേഷനിൽ ഇറങ്ങി. ഇനി നമുക്ക് ഇവിടുന്ന് ഒരു ഓട്ടോറിക്ഷ എടുത്തിട്ട് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ പോവുകയാണ്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ഗവൺമെന്റിന്റെ ഒരു ഓട്ടോയിലാണ് ഞങ്ങൾ കയറിയിട്ട് ഞങ്ങൾ ഇവിടെ ആഗ്രയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ താജ്മഹലിലേക്കുള്ള എൻട്രി ടിക്കറ്റ് നേരത്തെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വലിയ പ്രോബ്ലങ്ങളൊന്നും കൂടാതെ നമുക്ക് ഉള്ളിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ താജ്മഹൽ കണ്ടാലോ. അപ്പൊ നമ്മളിവിടെ താജ്മഹലിന്റെ വെസ്റ്റ് ഗേറ്റ് ത്രൂ ആണ് എൻട്രി ചെയ്യുന്നത്. ഇതിന് പ്രധാനമായിട്ടും 4 ഗേറ്റ് ആണ് വരുന്നത്. അപ്പൊ നമ്മൾ താജ്മഹലിന്റെ ഗേറ്റിന്റെ ഉള്ളിലൂടെയാണ് ഉള്ളിലോട്ട് കയറുന്നത്. അപ്പൊ അവിടെ ഫ്രണ്ടിൽ തന്നെ നമ്മൾ കയറുമ്പോൾ എന്തൊക്കെ സാധനങ്ങൾ നമ്മുടെ ബാഗിൽ വെക്കാൻ പാടില്ല എന്നുള്ളതിന്റെ ഒരു ലിസ്റ്റ് ഉണ്ട്. ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ നിങ്ങളോ? അപ്പൊ നമ്മളിപ്പോ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ലോകത്തിലെ തന്നെ 7 അത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹലാണ്. എങ്ങനെയുണ്ട്? നമ്മൾ ഇത്ര ദൂരെ ട്രാവൽ ചെയ്ത് വന്നതിന് ഒരു വേർത്ത് വാച്ചിങ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു കേട്ടോ അത്. അപ്പം എനിക്കറിയില്ല അതെങ്ങനെ നിങ്ങൾക്ക് വാക്കുകളോട് പറഞ്ഞു തരണമെന്ന്. അപ്പം നമുക്ക് നേരിട്ട് കണ്ടു തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഈ താജ്മഹലിന് ചുറ്റും മനോഹരമായിട്ടുള്ള ഒരു ഉദ്യാനം കൂടിയുണ്ട്. അപ്പം അവര് അതും നല്ല രീതിയിൽ തന്നെ അവരത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. താജ്മഹലിന്റെ ഉള്ളിലോട്ട് കയറി ഒന്ന് കാണാൻ പോവാ കേട്ടോ. അപ്പൊ അതിനു മുന്നേ നമുക്ക് കാലിടാൻ ഷൂ കവറൊക്കെ തരും.
കാരണം അവർ നല്ല രീതിയിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ താജ്മഹലിന്റെ മുകളിൽ നിന്ന് കാണുന്നൊരു വ്യൂ ആട്ടോ ഇത്. നമുക്ക് ഉള്ളിൽ നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, അപ്പം പുറത്തെയുള്ള ഒരു മനോഹരമായ കാഴ്ചയാണ്. താജ്മഹലിന്റെ ഒരു സൈഡിലായിട്ട് യമുന നദി ഒഴുകുന്നുണ്ടെന്ന് അറിയാലോ നിങ്ങൾക്ക് എല്ലാവർക്കും. അപ്പം ഈ യമുന നദി തീരത്ത് നമ്മുടെ താജ്മഹൽ ഇങ്ങനെ തല ഉയർത്തി പിടിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷം കുറെ ആയിട്ടോ. അങ്ങനെ പ്രണയത്തിന്റെ പ്രതീകമായ താജ്മഹലൊക്കെ കണ്ട് ഞങ്ങളുടെ യാത്ര അങ്ങനെ പതിയെ മുന്നോട്ട് നീങ്ങി. ഞങ്ങളൊരു മെട്രോ എടുത്ത് ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് റെഡ് ഫോർട്ടാണ്. റെഡ് ഫോർട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊരു അണ്ടർഗ്രൗണ്ട് മെട്രോ സ്റ്റേഷൻ ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു അണ്ടർഗ്രൗണ്ട് മെട്രോ സ്റ്റേഷൻ കാണുന്നത്. നടക്കാനുള്ള ദൂരമേ ഉണ്ടായിരുന്നെങ്കിലും ടുക്ടുക്ക് കണ്ടപ്പോൾ അതിലൊന്ന് യാത്ര ചെയ്യാനുള്ള കൊതി കാരണം ഞങ്ങൾ അങ്ങനെ ടുക്ടുക്കിലായിരുന്നു നമ്മുടെ ലാൽ കില അല്ലെങ്കിൽ നമ്മുടെ റെഡ് ഫോർട്ടിലോട്ട് നമ്മൾ പോയത്. എന്ത് രസമല്ലേ ഇങ്ങനെ പുറത്തുനിന്ന് കാണാൻ വേണ്ടിയിട്ട്. റിപ്പബ്ലിക് പരേഡിന്റെ ദിവസവും ഓഗസ്റ്റ് 15 മാത്രം TV-യിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പം ഇതിങ്ങനെ അടുത്ത് നിന്ന് കാണാൻ കിട്ടിയപ്പോ എന്തെന്നില്ലാത്തൊരു സന്തോഷാണ്. നിങ്ങൾ നോക്കിയേ, എന്ത് രസം. അങ്ങനെ ഞങ്ങൾ അതിന്റെ ഉള്ളിലോട്ട് എൻട്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ വാതിലുകളൊക്കെ കാണാൻ എന്ത് മനോഹരാണെന്നറിയോ. അങ്ങനെ ഞങ്ങള് ഉള്ളിലോട്ട് കയറി. നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തിനോട് ഓഗസ്റ്റ് 15 അതുപോലെ റിപ്പബ്ലിക്കിന്റെ ദിവസമൊക്കെ അഭിസംബോധന ചെയ്ത് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ തൊട്ടടുത്തായിട്ട് നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് ഇങ്ങനെ പാറി പറന്ന് നിൽക്കുന്നത് കാണുമ്പോൾ ശരിക്കും നല്ലൊരു കുളിര് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ നല്ല നല്ല കാഴ്ചകളെ കണ്ട് ഞങ്ങൾ അതിന്റെ ഉള്ളിലോട്ട് അങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇതിന്റെ ഉള്ളില് നമുക്ക് ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ കാണാൻ പറ്റും. ചെറിയ സോവനിയർ വിൽക്കുന്ന ഷോപ്പുകളൊക്കെ ആയിട്ട്. അങ്ങനെ നല്ല നല്ല കാഴ്ചകളെ കണ്ട് ഞങ്ങൾ അതിന്റെ ഉള്ളിലോട്ട് അങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇതിന്റെ ഉള്ളില് നമുക്ക് ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ കാണാൻ പറ്റും. ചെറിയ സോവനിയർ വിൽക്കുന്ന ഷോപ്പുകളൊക്കെ ആയിട്ട്. ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ കുറച്ച് കാണാൻ പറ്റുന്നുണ്ട്. ഇതിന്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ കുറച്ച് എക്സ്പെൻസീവ് സൈഡാണ് സാധനങ്ങൾക്കൊക്കെ. നമുക്ക് ഇതിലും കുറച്ചുകൂടി ചീപ്പായിട്ട് സരോജിനി മാർക്കറ്റിലും പുറത്തൊക്കെ നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ പറ്റും. അപ്പം കുറെ സോവനിയർ ഷോപ്പുകളും പിന്നെ അതുപോലെ ഷോളുകളൊക്കെ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല ക്ലച്ചുകളൊക്കെ ഇവിടെ കണ്ടായിരുന്നു. നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുള്ള മുത്തുകളൊക്കെ വെച്ചിട്ടുള്ള ക്ലച്ചുകൾ. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പതിയെ മുന്നോട്ടേക്ക് നടന്നു. അങ്ങനെ റെഡ് ഫോർട്ടിന് ഒരു ബായി ഒക്കെ പറഞ്ഞ് ഞങ്ങളുടെ യാത്ര അങ്ങനെ പതിയെ മുന്നോട്ട് നീങ്ങിയിട്ടോ. അപ്പം ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ നെക്സ്റ്റ് ഡേയിലെ ഒരു ദിവസമാണ്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ ഞങ്ങൾ ഒരു മെട്രോ ഒക്കെ എടുത്ത് ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലെ ആയ ആഗ്ര ഫോർട്ടിലോട്ട് പോയി കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ആഗ്ര ഫോർട്ടിലെത്തി. മറ്റെവിടത്തെയും പോലെയല്ല, ഈ ആഗ്ര ഫോർട്ടിനെ കുറിച്ചുള്ള ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു ലോക്കൽ ഗൈഡിനെ എടുത്തായിരുന്നു കേട്ടോ. പുള്ളി ഞങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ആഗ്ര ഫോർട്ടിന്റെ ചരിത്രത്തെ കുറിച്ചും മുഗൾ സാമ്രാജ്യത്തിനെ കുറിച്ചും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അങ്ങനെ മുഗൾ സാമ്രാജ്യ ചരിത്രമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നന്നായി വിശന്ന് തുടങ്ങി കേട്ടോ. ഞങ്ങൾ പിന്നെ നേരെ വെച്ച് പിടിച്ചു. എങ്ങോട്ടേക്കാ? അൽ ജവഹർ കാറ്ററിംഗിലേക്ക്. അങ്ങനെ നല്ല ചൂട് മട്ടൻ ബിരിയാണിയും സീക്ക കബാബും പിന്നെ അവിടുത്തെ സ്പെഷ്യൽ റുമാലി റൊട്ടിയൊക്കെ കഴിച്ച് ഞങ്ങൾ വയറ് നിറച്ചു. ജമാ മസ്ജിദിലോ എന്നാ പിന്നെ മധുരം കഴിക്കാതെ പോകുന്നത് എങ്ങനെയാ? അങ്ങനെ അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഷാഹി തുപ്തയും കൂടി ട്രൈ ചെയ്തിട്ടാണ് ഞങ്ങൾ പിന്നെ ഡൽഹി വിട്ടത്.